എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയ ഇപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സന്ദീപ് കോയ തങ്ങൾ എന്നാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹം BJP വിട്ട് കോൺഗ്രസിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ VD സതീശനെയോ അതായത് പ്രതിപക്ഷ നേതാവിനോ KPCC പ്രസിഡന്റിനോ കാണാതെ നേരെ പാണക്കാട് ചെന്ന് അവിടെ ശിഹാബ് തങ്ങളെ പുകഴ്ത്തി പറയുകയും കുഞ്ഞാലിക്കുട്ടിയെ പുകഴ്ത്തിയടിക്കുകയും ചെയ്തു. അതായത് അത് മാത്രമല്ല, അദ്ദേഹം അവിടെ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും BJPയുടെ ഉന്നത നേതാക്കന്മാരൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുപഠിക്കണമെന്നാണ് സന്ദീപ് വാര്യർ തട്ടിവിട്ടത്. ഒന്നൊന്ന് ആലോചിച്ചൊക്കെ ഒരാളെ ഒരു പൊക്കിയടിക്കുന്നതിന് ഒരു ലിമിറ്റിലിടെ എന്തുവാടേ ഇത്? അതായത് ഇവരൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുപിടിക്കണം. ഈ കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം കേസ് ഇതൊക്കെ ഐസ്ക്രീം കേസിലൊക്കെ അകപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയെ പഠിക്കണം നരേന്ദ്രമോദിയൊക്കെ ബേസിക്കലി ഒരു സന്യാസിയാണോ? അവരൊക്കെ രാജ്യത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആൾക്കാരാണ്. ഇവരാണ് ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അതൊക്കെ പോട്ടെ. ഇപ്പം പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ BJP വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യർ, അതായത് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഓഫർ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് കൊടുത്തിരുന്നു. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കോൺഗ്രസ് ഓഫർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 അസംബ്ലി ഇലക്ഷനിൽ ഒരു ഷുവർ സീറ്റിൽ നിർത്തി ജയിപ്പിക്കുകയും പിന്നീട് MLA ആയി കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനവും തരും എന്നുള്ളൊരു ഓഫർ കോൺഗ്രസ് കൊടുത്തിരുന്നു. കോൺഗ്രസിന് കിട്ടിയിരുന്നത് ആരാണ്? ഇത് VD സതീശൻ കൊടുത്തതാണോ അല്ല K സുധാകരൻ കൊടുത്തതാണോ എന്നുള്ള അതിനൊരു കൺഫർമേഷൻ ഇല്ല. പക്ഷേ എന്തായാലും കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരിൽ നിന്ന് സന്ദീപ് വാര്യർക്ക് അങ്ങനത്തെ ഒരു ഓഫർ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് CPMൽ ജോയിൻ ചെയ്തത്. അതായത് CPMൽ ജോയിൻ ചെയ്യുന്നുള്ള ഒരു വാർത്തകളുണ്ടായിരുന്നു. അതൊക്കെ കാറ്റിൽ പറത്തിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇത്ര നല്ലൊരു ഓഫറാണല്ലോ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഒരു മന്ത്രിസ്ഥാനം 2026 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം, 2 വർഷം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം. ഇതൊക്കെ കണ്ടിട്ടാണ് BJP വിട്ട് കോൺഗ്രസ്സിലെത്തി അവിടെ ഇവരൊന്നും കാണാതെ നേരെ പാണക്കാട് പോയിട്ട് നല്ല എന്താ പറയുക അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള കുറേ ഡയലോഗ് അടിച്ചു വിട്ടേ. അതായത് കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ലീഗാണല്ലോ. പാണക്കാട് നിന്നാണ് കോൺഗ്രസിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി കേരളത്തിലില്ല. അവർ ലീഗ് പറയുന്നതനുസരിച്ചാണ് കേരളത്തിൽ അവർ അജണ്ട സെറ്റ് ചെയ്യുന്നത്. അവർക്ക് അല്ലാതെ കോൺഗ്രസിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടാണ് ഇയാൾ ഭയങ്കര കണ്ണിങ് മനുഷ്യനായിട്ടോ. അപ്പം അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് നേരെ ഇയാൾ പാണക്കാട് ജില്ല ഈ ഹാഗിയ സോഫിയ വിഷയത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനാകെ അപമാനിക്കുന്ന രീതിയിൽ ലേഖനം എഴുതി, ചന്ദ്രിക ലേഖനം എഴുതി സാദിഖ് അലി ശിഹാബ് തങ്ങളെയൊക്കെ പൊക്കിയടിക്കുക. പിന്നെ കുഞ്ഞാലിക്കുട്ടി ജീവിതം മോദിയൊക്കെ മാതൃകയാക്കണം എന്നൊക്കെ പറയാം. ഇതൊക്കെ എന്തുവാടെ? ഇവിടെയൊക്കെ ആൾക്കാർ ജനങ്ങൾ എല്ലാം കാണുന്നതാണ്. സാധാരണ എല്ലാ മനുഷ്യന്മാരും എല്ലാം ഇവിടുത്തെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന ആൾക്കാർ, വിവരമുള്ള ആൾക്കാരാണ്. അവരെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതോടെ കേട്ടെ. അപ്പോൾ ഇത്രയും ഓഫറുകൾ, ഇത്ര മോഹന വാഗ്ദാനങ്ങൾ കിട്ടിയതിന് ശേഷമാണ് സന്ദീപ് വാര്യർ CPMൽ ജോയിൻ ചെയ്യാതെ കോൺഗ്രസിലോട്ട് പോയത്. അപ്പോൾ അവരുടെ കോൺഗ്രസ് നൽകിയ മോഹന വാഗ്ദാനങ്ങൾ സന്ദീപ് വാര്യർ വീണു എന്നുള്ള കാര്യത്തിൽ സത്യമാണ്. അപ്പോൾ പാലക്കാട് ഇലക്ഷന് കുറച്ച് ദിവസം മുന്നെയാണ് സന്ദീപ് വാര്യർ BJP വിട്ട് അങ്ങോട്ട് പോയത്, ചാടിയത്. അതിനുശേഷം ഈ പാലക്കാട് ഇലക്ഷൻ വരെ സന്ദീപ് വാര്യർ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു കേട്ടോ. ഈ കോൺഗ്രസ്സുകാരൊക്കെ ഭയങ്കര അവരെ സുഡാപ്പി പ്രൊഫൈലിൽ നിന്നൊക്കെ ഭയങ്കര സന്ദീപ് വാര്യർ പുകഴ്ത്തിയടിക്കുന്നു എന്തൊക്കെയോ. അതായത് ഒന്നും പറയണ്ട, ആ പോസ്റ്റുകൾ സുഡാപ്പികൾ ഓരോ പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ. അതായത് കൂടെ നിർത്തണം ഈ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഓരോരോ സുഡാപ്പികൾ ഇടുന്ന എന്താ പറയുക, അയ്യോ അങ്ങനെയല്ല, കൂടെ നിർത്തണം ഈ മുത്തുമണി എന്നൊക്കെ പറഞ്ഞില്ല ഓരോരോ ടീമിൻ്റെ സുഡാപ്പിയുള്ള പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. അയ്യോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എപ്പോഴെങ്കിലും ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടി. അതായത് ഇങ്ങനെ കോൺഗ്രസ് വിട്ട് ഇനി BJPയിലോട്ട് വരുമോ, ഇത് CPMലോട്ട് പോകുമോ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് പൂശാൻ വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊക്കെ. അപ്പോൾ അതവിടെ കേട്ടെ. അപ്പോൾ ഇപ്പം സന്ദീപിൻ്റെ അവസ്ഥ ഇലക്ഷന് മുന്നേ പൊക്കി പിടിച്ചിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ശരിക്കും ഇപ്പോൾ കോൺഗ്രസ്സിലൊരു കറിവേപ്പിലയായി ഈ സന്ദീപ് വാര്യർ. അപ്പോൾ ഈ കറിവേപ്പിലായ സന്ദീപ് വാര്യർ ശരിക്കും ഇപ്പോഴും അതിനുശേഷം ഇലക്ഷന് ശേഷം അദ്ദേഹത്തിന് ആകെ കിട്ടിയതെന്ന് വെച്ചാൽ കുറച്ച് കോളേജ് അസോസിയേഷൻ ഉദ്ഘാടനം, കുറച്ച് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം, പിന്നെ കുറച്ച് ഗൾഫിൽ ദുബായിലും മറ്റേ ഖത്തറിലോടെ ആയിട്ട് ഇവരുടെ കുറച്ച് അസോസിയേഷൻ ഉണ്ടല്ലോ. അതായത് ഈ മലയാളി മലപ്പുറം ഗൾഫ് അസോസിയേഷൻ, അങ്ങനെയില്ലേ കൊണ്ടോട്ടി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഉദ്ഘാടനം മാത്രമാണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയത്. അതിനുശേഷം ഡൽഹിയിൽ ചെന്ന് കാർഗയെ കണ്ടു, പിന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം എന്തോ വലിയ കാര്യം അതായത് ഇദ്ദേഹത്തിന് എന്തോ വലിയ കോൺഗ്രസ് വലിയ സ്ഥാനം കിട്ടാൻ പോകണമെന്ന രീതിയിലും കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ശരിക്കും അദ്ദേഹം അവിടെ ചെന്നതെന്ന് വെച്ചാൽ ആരും ക്ഷണിച്ചിട്ടല്ല പോയത്. ഇദ്ദേഹം സ്വമേധയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരെ പോയി കണ്ടേ. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഉദ്ദേശം KC വേണുഗോപാലിനെ കാണുക എന്നതായിരുന്നു. അപ്പോൾ ആ പോക്കിൽ ദേശീയ നേതാക്കന്മാരൊക്കെ കണ്ടു. അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ടു, ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഇട്ടു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഭയങ്കര ചർച്ചയായി. സന്ദീപിന് വലിയ സ്ഥാനമാനങ്ങൾ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നു, ഒരു ചുക്കൂല, അതൊക്കെ വെറുതെയാണ്. അതായത് കോൺഗ്രസ് ക്ഷണിച്ചിരുന്നല്ല അങ്ങോട്ട് പോയത്, ഇദ്ദേഹത്തിൻ്റെ സ്വയം താല്പര്യം അനുസരിച്ചാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ആ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു സന്ദീപ് വാര്യനെ KPCC ജനറൽ സെക്രട്ടറി ആക്കാൻ പോവാണ്, KPCC വക്താവാക്കാൻ പോവാണ്, അങ്ങനെ AICC സെക്രട്ടറി ആക്കാൻ പോകണം, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഒന്നും നടക്കാൻ പോകില്ല. ഇപ്പറഞ്ഞ സന്ദീപ് വാര്യർക്ക് ഈ ആദ്യം പോയ സന്ദീപ് വാര്യരെ സപ്പോർട്ട് ചെയ്ത ലീഗ് പോലും സന്ദീപ് വാര്യർക്ക് പണിതു.
ലീഗ് പറഞ്ഞു സന്ദീപ് വാര്യർക്ക് അങ്ങനെ പാർട്ടിയിൽ സുപ്രധാനപ്പെട്ട ഒരു ചുമതലയും കൊടുക്കരുത് എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ലീഗിൻ്റെ അപ്രൂവൽ ഇല്ല, ലീഗിന് സന്ദീപ് വാര്യർ വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ഈ പാണക്കാടൊക്കെ പോയി പൊക്കിയടിച്ചതിന് ശേഷം കുറച്ച് ദിവസം ഈ സന്ദീപ് വാര്യർ കൊല്ലത്തെ അമൃതാനന്ദമയി മഠത്തിൽ പോയിട്ട് അമ്മയെ കാണുന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനിടയിൽ വേറെ കോമഡി ഉണ്ടായിരുന്നു. ഈ പാണക്കാട് പോകുമ്പോൾ സന്ദീപ് വാര്യർ കയ്യിൽ ചരടൊന്നും ഉണ്ടായിരുന്നില്ല. കൊല്ലത്തെ അമൃതാനന്ദമയുടെ മഠത്തിൽ പോകുമ്പോൾ കയ്യിൽ ചരടൊക്കെ കെട്ടി കഴുത്തിൽ മറ്റേ ഇതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ പോയത്. അതവിടെ കിട്ടിയത്, അത് പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ഈ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചു. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോട് തൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി വി ഡി സതീശനെ ഫോൺ ചെയ്തു. വി ഡി സതീശൻ ഫോൺ എടുത്തില്ല. വി ഡി സതീശൻ്റെ പി എ ആണ് ഫോൺ എടുത്തത്. പി എ 3 തവണ പുള്ളിക്കാരൻ ഫോൺ ചെയ്തു. പി എ വി ഡി സതീശന് ഫോൺ കൊടുക്കാൻ തയ്യാറായില്ല. ഇനി ചിലപ്പോൾ വി ഡി സതീശൻ വേണ്ടാന്ന രീതിയിൽ പറഞ്ഞു കാണുമായിരിക്കും. അപ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പി എയോട് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിനുശേഷമാണ് മറ്റെന്താ പറയേണ്ടത്, ഇപ്പോൾ NSSഉം SNDP ഒക്കെ കൂടി ചേർന്ന് രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നത്. അതിനുശേഷം എന്താ പറയുക, ഈ സന്ദീപ് വാര്യർ രമേശ് ചെന്നിത്തലയുടെ പി എയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യം തനിക്ക് കോൺഗ്രസ് ഓഫർ ചെയ്ത സ്ഥാനമാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തിരികെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമല്ല ആദ്യം കാണിച്ച ലീഗ് സ്നേഹവും സുഡാപ്പി സ്നേഹവും ഇപ്പോൾ സന്ദീപ് കാണിക്കുന്നില്ല. അതിന് കാരണം ഇതാണ്. അതായത് NSSഉം SNDP നിലപാടെടുത്തു. 2026 കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിൽ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആവണമെന്നുള്ള രീതിയിലേക്ക് ഇവർ ഉറച്ച നിലപാടെടുത്തു. സതീശനെ വേണ്ടാന്നുള്ള നിലപാടാണ് ഈ 2 കൂട്ടർക്കും. അപ്പോൾ സതീശൻ്റെ സ്ഥാനം സതീശൻ്റെ ആ ഒരു പവർ കോൺഗ്രസിൽ നിന്ന് മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സതീശൻ ശരിക്കും ചിത്രത്തിൽ നിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവൻ്റെ എന്താ പറയുക കർമ്മഫലം തന്നെയാണ് തിരിച്ചടിച്ചത്. അവന് ഒരുപാട് സുഡാപ്പി സ്നേഹം കാണിച്ചു, മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചു. അവന് കിട്ടേണ്ടതാണ്. അതായത് കേരളം കണ്ട ഏറ്റവും വേസ്റ്റ്, അതായത് വൺ ഓഫ് ദ വേസ്റ്റ് ഓപ്പോസിഷൻ ലീഡർ ഇൻ കേരള. അതാണ് സതീശന് ചെയ്യുന്ന ഒരു പ്രയോഗം. അപ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടേണ്ട തന്നെയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ, ഇൻ കേസ് 2026 കോൺഗ്രസിൽ ഭരണം കിട്ടുവാണെങ്കിൽ. അപ്പോൾ സന്ദീപ് വാര്യർ രമേശ് ചെന്നിത്തലയുടെ പി ആയിട്ട് സംസാരിച്ചു. താൻ BJP വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഓഫർ ചെയ്ത സ്ഥാനമാനങ്ങൾ വേണമെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ചെന്നിത്തലക്കും ഒരു അനുകൂല നിലപാടാണ്. നമുക്കറിയാം കുറച്ച് ദിവസം മുന്നേ ഈ സന്ദീപ് വാര്യർ NSS ജനറൽ സെക്രട്ടറി നമ്മൾ സുകുമാരൻ നായരൊക്കെ കണ്ടിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇതാട്ടോ. അതായത് അവർക്ക് ആവശ്യം സന്ദീപ് ഇപ്പോൾ ആലോചിക്കുന്നത് ഈ VD സതീശന് സുധാകരനൊന്നും മൈൻഡ് ചെയ്യണ്ട, ചെന്നിത്തലയാണ് ഇനി നെക്സ്റ്റ് മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയോട് സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യം പോയിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ ആ വഴിക്കാണ് നീങ്ങുന്നത്. അതായത് എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും ആ ഒരു പാതയിലേക്കാണ് നീങ്ങുന്നത്. സന്ദീപ് വാര്യർ ചെന്നിത്തലയുടെ പി ആയിട്ട് സംസാരിച്ചു. അടുത്ത ദിവസം തന്നെ ചെന്നിത്തലയും സന്ദീപ് വാര്യരും തമ്മിൽ ഒരു ചർച്ച, ഒരു മീറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഇടയിൽ പോലും ചിലപ്പോൾ അവർ കണ്ടിരിക്കാം. അതിൽ ഒഫീഷ്യൽ റിപ്പോർട്ടായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തില്ല. ചിലപ്പോൾ അതിനിടയിൽ അവർ കണ്ടിരിക്കാം. അപ്പോൾ സന്ദീപ് വാര്യർക്ക് ചെന്നിത്തല ഓഫർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു MLA സ്ഥാനമായിരിക്കും. ഇൻ കേസ് ഭരണം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനോ അതൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ സുഡാപ്പികളൊക്കെ ലീഗിന് വേണ്ടാത്ത ഒരാളെ കോൺഗ്രസിനെ എവിടെ നിർത്തിയാലും കേരളത്തിൽ ജയിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ സന്ദീപ് എവിടെ നിന്ന് ജയിക്കുന്നില്ല കാര്യത്തിൽ ഭയങ്കര പ്രശ്നമുണ്ട്. പിന്നെ അതുമാത്രമല്ല സന്ദീപ് വാര്യർ കേരളത്തിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ബി ജെ പി വോട്ടേഴ്സ് എന്താ ചെയ്യാറോ, ഹാർഡ് കോർ BJP വോട്ടേഴ്സ് ആരാണോ അവിടെ ജയിക്കാൻ സാധ്യത, സന്ദീപിൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ ആരാണോ അവർക്ക് വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കും. സംഘികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് അവർക്ക് ആരും ജയിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ തോൽപ്പിക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ സന്ദീപ് എന്തായാലും ഭയങ്കര ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ VD സതീശൻ്റെ പി എ വിളിച്ച് പൊട്ടിത്തെറിച്ചു. അതായത് തനിക്ക് കിട്ടാത്ത ഓഫർ ചെയ്ത സ്ഥാനമാണ് എത്രയും പെട്ടെന്ന് വേണമെന്ന് അദ്ദേഹം പി എ ആയിട്ട് പൊട്ടിത്തെറിച്ചു. VD സതീശൻ ഫോൺ എടുക്കാൻ തയ്യാറായില്ല, ഫോൺ കൈമാറാനും തയ്യാറായില്ല പി എ. അപ്പോൾ അതിനർത്ഥം ഇവരുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും സന്ദീപിന് മനസ്സിലായി VD സതീശന് റോളില്ല, അതുകൊണ്ടാണ് ചെന്നിത്തലയുടെ സൈഡിലേക്ക് മാറുന്നത്. NSS അങ്ങനത്തെ SNDP അവരോട് അത്തരം ആൾക്കാരുടെ ആയിട്ട് സംസാരിക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യനെതിരെ ഒരു ഒതുക്കൽ നടക്കുന്നുണ്ട്. ഇനി സന്ദീപ് വാര്യൻ്റെ ഭാവി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇൻ കേസ് ഇതൊന്നും നടന്നില്ലെങ്കിൽ ചെന്നിത്തല കൈവിട്ടാൽ പോലും സന്ദീപ് വാര്യന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ BJP വരുമോ CPM പോകാൻ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ പുള്ളിക്കുള്ളൂ. പക്ഷെ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം പെട്ടെന്ന് വരണം. അതായത് 2025 ആകുമ്പോഴാണ്, 2026 മാർച്ച് മാസം ഏപ്രിൽ മാസം ഇവിടെ ഇലക്ഷൻ വരുമ്പോഴാണ്. അപ്പോൾ ചാടുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ചാടണം. ഏറ്റവും ഓപ്ഷൻ BJP വന്നിട്ട് ഒരു കാര്യമില്ല, ഇനിയൊരു കാര്യമില്ല. ഏറ്റവും ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാര്യർക്ക് വലിയ ഓപ്ഷൻ എന്ന് വെച്ചാൽ CPM ചാടുക. അപ്പോൾ CPM ചാടിക്കഴിഞ്ഞാൽ അവർ MLA ആവാം. ഇൻ കേസ് എന്തെങ്കിലും അട്ടിമറിഞ്ഞിട്ട് CPM അധികാരത്തിൽ വരികയാണെങ്കിൽ CPM വേണ്ട രീതിയിൽ പരിഗണിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സന്ദീപ് വാര്യരുടെ ഈ ഒരു അവസ്ഥ.
എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അതായത് ഇനിയിപ്പം കുറച്ച് മാസം കൂടി കഴിഞ്ഞ് 2025 ഒരു പകുതി ആകുമ്പോഴുണ്ടല്ലോ കേരളത്തിങ്ങനെ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങളും അനവധി രാഷ്ട്രീയപരമായ ചേഞ്ചസുകളും ഉണ്ടാകാൻ പോകുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാതിന് വേണ്ടിയിട്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.